ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പല വലിയ കപ്പലപകടങ്ങളും നടന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ച കപ്പലപകടങ്ങൾ ഒരുപാട് തന്നെയുണ്ട്. നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ ലോകത്തെ ഏറ്റവും വലിയ കപ്പലപകടം 1708 സാൻ ജോസ് എന്ന സ്പാനിഷ് നാവികസേനയുടെ പടക്കപ്പൽ മുങ്ങിത്താഴ്ന്നത് നാശനഷ്ടങ്ങളുടെ കണക്കിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ്. 1698 വെള്ളത്തിലിറക്കിയ കപ്പലാണ് സാൻ ജോസ്. 1708 കൊളംബിയയിലെ കാർത്തീന തുറമുഖ നഗരത്തിലേക്കുള്ള യാത്രക്കിടെയാണ് സാൻ ജോസ് കപ്പൽ മുങ്ങുന്നത്. സ്വർണവും വെള്ളിയും മരതകവും അടക്കമുള്ള വില കൂടിയ വസ്തുക്കളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. സ്പെയിനും ബ്രിട്ടനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. യാത്ര പോകുന്ന വഴിയിൽ സാൻ ജോസിനെ ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ തടഞ്ഞിരുന്നു. ആ കപ്പലിലെ നിധി പിടിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ആ ശ്രമത്തിൽ ഒരു പീരങ്കി ഉണ്ട ആ കപ്പലിനെ ലക്ഷ്യമാക്കി എത്തിയിരുന്നു. അതോടെ സാൻ ജോസ് കപ്പൽ പൊട്ടിത്തെറിച്ച് മിനിറ്റുകൾക്കുള്ളിൽ മുങ്ങുകയും ചെയ്തു. 2023 കണക്കുകൾ പ്രകാരം $17 ബില്യൺ വിലമതിക്കുന്ന ചരക്കുകളാണ് അന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. കടലിന്റെ 600 മീറ്റർ ആഴത്തിൽ ഈ കപ്പൽ കിടപ്പുണ്ടെന്ന് 2015 ഒരു പര്യവേഷണ സംഘം സ്ഥിരീകരിച്ചു. കൊളംബിയയ്ക്കടുത്തുള്ള ബാരു ദ്വീപിനോട് ചേർന്നാണ് കപ്പൽ കണ്ടെത്തിയത്. ശാസ്ത്രീയമായ പരിശോധനക്കൊടുവിൽ അവർ ഉറപ്പിച്ചു പറഞ്ഞു അത് കാണാതായ സാൻ ജോസ് കപ്പൽ തന്നെയാണ്. അതിനുശേഷവും കപ്പലിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ തർക്കം തുടർന്നു. കൊളംബിയൻ സ്പാനിഷ് സർക്കാരുകൾ മുന്നോട്ട് വന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ തിരിച്ചെടുത്ത് മ്യൂസിയം ആക്കണമെന്നായിരുന്നു കൊളംബിയയുടെ ആവശ്യം. എന്നാൽ അതൊന്നും നടന്നുമില്ല. ഇതേപോലെ മിത്സുയി OSK ലൈൻസിന്റെ ഉടമസ്ഥയുള്ള കപ്പലായിരുന്നു ഫെലിസിറ്റി എയ്സ്. 2005 ജപ്പാനിലാണ് ഇത് നിർമ്മിച്ചത്. കാറുകളും ട്രക്കുകളും കൊണ്ടുപോകുന്നതിനായി പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തതായിരുന്നു ഫെലിസിറ്റി എയ്സ് എന്ന കപ്പൽ. ചുരുങ്ങിയത് 4000 കാറുകൾ വഹിക്കാനുള്ള ശേഷിയും അതിനുണ്ടായിരുന്നു. 2022 ഫെബ്രുവരി 10 ജർമ്മനിയിൽ നിന്ന് വണ്ടികളുമായി ഫെലിസിറ്റി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. 1900ഓളം ഓഡി കാറുകൾ, 1117 പോർഷെ കാറുകൾ, 85 ലെംബോർഗിനി, 189 ബെൻലി എന്നിവ ഉൾപ്പെടെ 3900ഓളം കാറുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. യാത്ര തുടങ്ങിയ 6-ാം ദിവസം കപ്പലിന് തീപിടിച്ചു. പോർച്ചുഗലിലെ അസോറസിന് തെക്ക് ഭാഗത്തായിരുന്നു അപ്പോൾ കപ്പലുണ്ടായിരുന്നത്. ഉടനെ പോർച്ചുഗീസ് നേവി സ്ഥലത്തേക്ക് എത്തി. ആ കപ്പലിലുള്ള 22 ജീവനക്കാരെയും അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചുമില്ല. കുറച്ച് ദിവസം കൂടി കപ്പൽ സമുദ്രത്തിൽ ഒഴുകി നടന്നു. പിന്നീട് പതുക്കെ ചെരിയാൻ തുടങ്ങി. ഒടുവിൽ 2022 മാർച്ച് ആദ്യം കപ്പൽ മറിഞ്ഞ് മുങ്ങിപ്പോവുകയും ചെയ്തു. ഏകദേശം $400 മില്യൺ വിലമതിക്കുന്ന ചരക്കുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോഴും തീ പിടിക്കാനുള്ള കാരണങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 2024 മിത്സുയി OSK ലൈൻസ് പോർഷെ കമ്പനിക്കെതിരെ കേസ് കൊടുത്തു. പോർഷയുടെ ഇലക്ട്രിക് വാഹനത്തിലെ ബാറ്ററിയാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നായിരുന്നു അവരുടെ വാദം. കപ്പലിന്റെ ഇൻഷുറൻസ് കമ്പനിയായ അലയൻസും ഈ കേസിൽ കക്ഷിയായി. ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആവശ്യമായ മുൻകരുതലുകളെ കുറിച്ച് കപ്പൽ ഉടമകളെ അറിയിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു എന്നായിരുന്നു അവരുടെ കേസിലെ ആരോപണം. എന്നാൽ ഈ കപ്പൽ വീണ്ടെടുക്കൽ ഒന്നും നടന്നതുമില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏതാണ്ട് 10,000 അടി താഴ്ചയിലാണ് ഇപ്പോഴും ഈ കപ്പൽ കിടക്കുന്നത്.